ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നാൽ ആ പെണ്ണിന്റെ വരവോടുകൂടെ തീരുമാനാവും ഇനിയുള്ള ദിവസം ഈ വീട് എങ്ങനെ വേണോ. ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാർ പേടിക്കുക ഈ ഭാര്യമാരെ. സുബ്ഹാന ജല്ല ജലാലു. ഉസ്താദ് നക്കവുണ്ട് ഭയങ്കര പേടി ഉസ്താദ്. എന്തേ നന്റെ കറന്റെ കുട്ടി അടിക്കിടാലാണ്ട് പേടിയുണ്ട്. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഭാര്യമാരെ പേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഭാര്യയുടെ അടിമയായി ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഭാര്യമാരെ പേടിക്കാൻ പാടില്ല, ഭാര്യമാരെ സ്നേഹിക്കണം. പേടിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഭാര്യനെ പേടിക്കുന്നവന് എന്റെ ഭാഷയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, പെങ്കൂസ എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഭാര്യ ഒരു തെറ്റ് ചെയ്താലും മിണ്ടാൻ ഇവനെ കൊണ്ട് കഴിയില്ല. എന്താ കാരണം? ഇവൻ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്യുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന് മിണ്ടാനൊന്നും കഴിയില്ല. അവന് യുഖാലു ലഹു പെങ്കൂസൻ, അവനെ കുറിച്ച് പറയുന്ന വാക്കാണ് പെങ്കൂസോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോ തീരുമാനാവും ഇനി ഈ വീട് എങ്ങനെ വേണോ. ചില പെൺകുട്ടികൾ വേറെ വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക്, ഞങ്ങളെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ വീടിന് വല്ല വെളിച്ചം കിട്ടിപ്പോയി. വേറെ ചില പെൺകുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഉള്ള വെളിച്ചം ഇല്ലാതായിപ്പോയി. എന്തല്ല 3 സമയം തല്ല ഇപ്പെന്തല്ല ഇപ്പതാ അവൾ വന്ന പിന്നെ എന്ന് പറയും. ഞാൻ ഉമ്മമാരോടൊക്കെ പറയട്ടെ, നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നല്ല കുട്ടികളായി. ഇപ്പൊ ചില പെൺകുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, സുബ്ഹാന ജലാൽ, മര്യാദക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാൻ ഓർക്കൊണ്ട് കഴിയില്ല. ചില ഹോട്ടലിൽ കയറി ചെല്ലും പോലെ. നമ്മൾ ഈ ഭാഗങ്ങളിലൊന്നും കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിലെ നോർത്തിലെല്ലാം പോയാൽ ഹോട്ടലിൽ കയറിയിട്ട് നമുക്കാണെങ്കിലും പാല് തീരെ പറ്റൂല, പാല് ചായ തീരെ പറ്റൂല. അപ്പൊ എവിടെയെങ്കിലും ഒരു കട്ടൻ ഉണ്ടോ, മോൻ കട്ടനല്ല കുട്ടപ്പന ഉണ്ടാക്കി തരിക. കുടിക്കാൻ പറ്റൂല ആ സാധനത്തെ. ചില കട്ടൻ ചായ നല്ല കറുത്തിട്ടാണെങ്കിലും നല്ല കുടിക്കാൻ നല്ല സ്വാദം ഉണ്ടാവും. ഞാനിപ്പോ ഇവിടുന്ന് കട്ടൻ ചായ കുടിച്ചു. അത് കട്ടൻ കണ്ടപ്പോ ഞാൻ കരുതി ഭയങ്കര സ്ട്രോങ് ആണ്. നോക്കുമ്പോൾ നല്ല രസമുണ്ട് കുടിക്കാൻ. ഇനിയൊരു ഗ്ലാസും കൂടി കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഞാൻ കൊതിച്ചുപോയി. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത്, പക്ഷെ ചില പെൺകുട്ടികൾ ഇന്ന് അവർ ഡിഗ്രി പഠിക്കുക. എന്തൊരു പഠിത്തം വേണ്ടെന്നല്ല, പഠിത്തം വേണം. പക്ഷെ ഡിഗ്രി പഠിക്കുകയാണ്, എല്ലാം പഠിക്കുകയാണ്. ഉമ്മയും ഉപ്പയും ഇവൾക്ക് പഠിത്തം കൊടുക്കാനേ ചിന്തിച്ചിട്ടുള്ളൂ. ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഇവൾ പോയാല് സ്വന്തം അമ്മോശൻ എന്ന് പറഞ്ഞ കാക്ക, മാപ്പിളയുടെ അബ്ബ, ആ മാപ്പിളയുടെ അബ്ബകു ഒരു കണ്ണ ചായ വെച്ച് കൊടുക്കുക ഓലുകു തരില്ല. ഓലപ്പം എന്നിട്ട് ഇംഗ്ലീഷിൽ പലക്കറിഞ്ഞ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരിക്കും ഉമ്മമാരൊക്കെ ചിന്തിക്കണം, നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു ചായ ഉണ്ടാക്കണത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇരിക്കട്ടെ, ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നോക്ക്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് അന്നിക്കാഹു സുന്നതി ഫമൻ റഗിബ അൻഹു ഫലൈസ മിന്നി. നിക്കാഹ് എന്റെ ചര്യയാണ്. ആ നിക്കാഹിനോട് ആരെങ്കിലും വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല. റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരായ മുതഅല്ലിമീങ്ങളോട് പറയാണ്, കല്യാണം കഴിക്കാത്ത എത്രയോ മഹാന്മാരായ ആലിമീങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിന്റെ പേരിൽ തന്നെ ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഉലമാഉ അല്ലദീന ആസറുൽ ഇൽമ അല സിബാത്. ഇൽമിന്റെ പിന്നിൽ കൂടിയപ്പോൾ കല്യാണം തന്നെ മറന്നുപോയ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെ ചരിത്രം മാത്രം പറയാൻ വേണ്ടി ഇമാമിങ്ങൾ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ഇന്ന് ആ സുന്നത്തായ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന എത്ര തോന്നിവാസങ്ങളാ. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ തോന്നിവാസങ്ങളും അനാചാരങ്ങളൊക്കെ ഉടലെടുക്കാൻ കാരണം സീരിയലുകളാണ്. ശരിയാണ്. ഇപ്പൊ പിന്നെ ഓൺലൈനിൽ ചില മജ്‌ലിസുകൾ വരുന്നതോടുകൂടെ ചില ആളുകൾ പറയും സീരിയലുകൾ കുറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയാ, ഓൺലൈൻ മജ്‌ലിസുകളിൽ കൂടുന്നത് കൊണ്ട് ഭർത്താവിന് കൊടുക്കാനുള്ളത് നഷ്ടപ്പെടാൻ പാടില്ല. ഒരാളെ നണ്ടയിൽ ചൊന്തു, ഉസ്താദ് സമത്തുക
നല്ല തന്നെയാണ് അൽഹംദുലില്ലാ. അതുകൊണ്ട് എത്രയോ സ്ത്രീകൾ സീരിയൽ കാണുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും മറന്നുപോകാൻ പാടില്ല. അതിനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാക്കാൻ പാടില്ല. ഭർത്താവിന് കൊടുക്കാനുള്ള കൊടുക്കണ്ടേ? നമ്മൾ അത്താതില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് കിട്ടാനുള്ളത് കിട്ടാതിരുന്നാൽ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വൈകിപ്പോയാൽ പാവം ഇയാൾക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ്. എന്റെ വിഷയം ഡൈവേർട്ട് ആകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരുപാട് ആചാരങ്ങൾക്കിടയിലൂടെ അനാചാരങ്ങൾ അറിയാതെ കടന്നു വരികയാണ്. ഈ അനാചാരങ്ങളെല്ലാം നമ്മുടെ മക്കൾ പഠിക്കുന്നത് എവിടുന്നാ? നമ്മുടെ മക്കൾ പഠിക്കുന്നത് എവിടുന്നാ? സീരിയലുകളിലൂടെയാണ്, കൈവെള്ളയിലുള്ള മൊബൈലുകളിലൂടെയാണ്. പഴയ കാലത്ത് കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എൻഗേജ്മെന്റിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ പലരും വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ അതെന്താ പരിപാടി എന്ന് നമ്മളങ്ങ് തിരിച്ചു ചോദിക്കേണ്ട കാല. അപ്പൊ ഇങ്ങനെ കാണാണ് ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, സുബ്ഹാന ജല്ല ജലാലു, ഒരു ഉള്ളില് പോയി ഇതെല്ലാം പറഞ്ഞാൽ ഒരു നല്ല റോഡ്, മെയിൻ റോഡ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ചിലപ്പോ പിന്നെ അങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ ഇവിടെ വരൂന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോ വന്നേക്കാം. ഞാൻ പറയണ അതല്ല, അഖ്സാ ഗായത്തി ദുനിയ എന്ന് പറഞ്ഞ പോലെ അതിന്റെ അപ്പുറം പിന്നെ നാടില്ല. അങ്ങനത്തെ സ്ഥലം. അവിടെ വണ്ടി പോകണന്നെ പ്രയാസത്തില. വാതിന് വന്ന ഉസ്താദിനോട് പറയും, ഉസ്താദ് നിങ്ങൾ ഗാഡി ഇങ്ങനെ ഇപ്പാട്ടു ഉസ്താദ്, അപ്പുറം കാർ പോകണില്ല, ഞങ്ങൾ ബൈക്കിൽ പോയി. എന്നിട്ട് ആ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ആനയിച്ചു പോകുന്നത് ബൈക്കില. പക്ഷെ അവിടെ പോയി നോക്കുമ്പോ മര്യാദക്കൊരു റോഡില്ല. പക്ഷെ മൂപ്പർ അവിടെ ഉണ്ട്. ആര്? ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി അവിടെയുണ്ട്. എത്ര നല്ല സുന്നത്തായ കാര്യമാണ്, എത്ര നല്ല ആചാരമാണ് നിക്കാഹ്. ഞാൻ പറയട്ടെ, ഇന്ന് ലോകം നശിക്കാൻ കാരണമെന്തോ? ഏതൊരാണിനും പെണ്ണിനും പറയാനുള്ളത് എന്താണ്? മനസ്സിന് സമാധാനമില്ല. എല്ലാവർക്കും പറയാനുള്ളത് പേടിയാണ്, രോഗത്തെ കുറിച്ചുള്ള പേടി. പല സ്ഥലങ്ങളിലും പല ജാതി രോഗങ്ങളാ. പേര് പറയുമ്പോ പേടിയാകുന്ന, പേര് കേൾക്കുമ്പോ പേടിയാകുന്ന രോഗങ്ങളാണ്. ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളാണ്. ഏത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയാതെ വരികയാണ്. ആദ്യം ഒരു മരുന്ന് കൊടുത്തു നോക്കുന്നു, അതാ മാറുന്നില്ലേ, വേറെ മരുന്ന് മാറ്റിക്കൊടുക്കുന്നു. പഴയ കാലം പോലെയല്ല, മനസ്സിലാക്കണേ. പഴയ കാലത്ത് ഒരു ഡോക്ടറിന്റെ അരികിൽ അതാ ഒരു രോഗി കടന്നു ചെന്നാൽ ഒരു മരുന്ന് കൊടുക്കലോടെ അസുഖം മാറുകയാണ്. ഇന്ന് മരുന്ന് എത്രയോ ദിവസങ്ങൾ കഴിച്ചാലും അസുഖം മാറുന്നില്ല. എന്തേ കാരണം? ഈ രോഗം എന്താണെന്ന് ഡോക്ടറിന് പോലും അറിയില്ല. എന്തേ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാനുള്ള കാരണം? എന്തേ നമ്മുടെ നാട്ടിൽ അവകാശവാദം ഉന്നയിക്കേണ്ടുന്ന കാലം വന്നത്? എന്തുകൊണ്ട് നമ്മൾ തെരുവിലിറങ്ങേണ്ടി വന്ന കാലം വന്നത്? അതിന് മറുപടി ഒന്നേയുള്ളൂ, മുസ്ലിമേ. ആചാരങ്ങളിലൂടെ ജീവിക്കേണ്ട മുസ്ലിമുണ്ടല്ലോ, ആഭാസങ്ങളുടെ പിന്നില് നടക്കുകയാണ്, അനാചാരങ്ങളുടെ പിന്നില് പോവുകയാ. വലിച്ചെറിഞ്ഞോ? ഒരു തോന്നിവാസം നമ്മുടെ നാട്ടില് കണ്ടാൽ എന്തൊക്കെ തോന്നിവാസങ്ങളാ കാണുന്നത്. ഒരു തോന്നിവാസം നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ഇപ്പൊ ഒരു സ്ഥലത്ത് കണ്ടെന്ന് ഈ കല്യാണത്തിനും മങ്ങിലത്തെ മുന്നോൽ തണ്ടുണ്ട്. പുതിയ പെണ്ണിടെ ഇങ്ങനെ ദൈപ്പാട്ടിട്ടുണ്ടോ? ഇതെന്തിനാ പറയണെന്ന് അറിഞ്ഞാൽ ഒരാളും തെറ്റിദ്ധരിക്കണ്ട, ചിരിപ്പിക്കാൻ വേണ്ടി പറയാണ്. അല്ല, ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടണം. വേരോടെ അവകളെ പിഴുതെറിയണം. ഒരു നാട്ടിലേക്ക് വിജയം കിട്ടുന്നത് എപ്പോഴാ? ഖുർആൻ പറഞ്ഞില്ലേ, ഒരു അഹ്ലുൽ ഖുറ നാട്ടുകാർ ആമനു, അവര് ഈമാനുണ്ട്, വത്തഖൗ തഖ്വയുണ്ട്. ആചാരങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, അനാചാരങ്ങളൊന്നുമില്ല. എന്നാൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്,
ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ധാരാളം ബർക്കത്തുകൾ ആ നാട്ടുകാർക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാം. പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കയ്യിലൊരു വെറ്റില കൊടുക്കും. വെറ്റില കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. വെറ്റില കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് അല്ലേ? പഴയ കാലത്ത് നമ്മുടെ പ്രായമുള്ള ഉപ്പമാരൊക്കെ വെറ്റില ഇങ്ങനെ മുറുക്കും. വെറ്റില കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഞങ്ങളെ ഉസ്താദുമാരൊക്കെ ഞങ്ങളോട് പറയും, ഒരു വെറ്റിലയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദ സമാഉ ൻശഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ എന്ന് വരെയുള്ളത് വെറ്റിലയിൽ എഴുതിയിട്ട് കൊടുത്താൽ ഗർഭിണിയായ പെണ്ണാണോ, വേദന തുടങ്ങിയിട്ടേ ഉള്ളൂ, കൂടുതലൊന്നും വേദന വരണില്ല, എന്നാൽ ആ വേദന ഇങ്ങ് കൂടി വരും, അവൾ സുഖമായി പ്രസവിക്കും. അങ്ങനെ വെറ്റില കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ പറയുന്നത് അതല്ല. ഈ പുതിയ പെണ്ണിന്റെ കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചിയുടെ പേരിൽ പുതിയ പെണ്ണിന്റെ കയ്യില് വെറ്റില കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ആ വെറ്റിലയിലേക്ക് ഓരോരുത്തരും വന്നിട്ട് പഞ്ചസാര ഇടുക. അവിടെ ഇങ്ങനെ ഒരു പഞ്ചസാര കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പഞ്ചസാര എടുത്തിട്ട് മെല്ലെ ഒരല്പം സ്പൂൺ ഇങ്ങനെ അതാ പഞ്ചസാര ഇങ്ങനെ കൊടുക്കണു. അല്ലാ, ഇത് ആരൊക്കെയാ കൊടുക്കുന്നത്? കാണാൻ പറ്റിയവരും കാണാൻ പറ്റാത്തവരും. ഇത് പറഞ്ഞാൽ അപ്പ പറയും മൊയ്ലിയാർക്ക് ലോകമറിയില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെടോ, ഒരു കാര്യം പറയട്ടെ, അഭിമാനത്തോടെ പറയുകയാ. ഇന്ന് ലോകം തിരിയുന്നത് ഏറ്റവും കൂടുതൽ മൊയ്ലിയാമാർക്കാണ്. ഇന്ന് ലോകം തിരിയുന്നത് ഏറ്റവും കൂടുതൽ ആലിമീങ്ങൾക്കാണ്. അതുകൊണ്ട് വർത്തമാന യുഗത്തിൽ സമൂഹത്തിനിടയിൽ സംഹാര താണ്ഡവമാടുന്ന എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ അതിനെതിരെ ആലിമീങ്ങൾ ശബ്ദിക്കാനുള്ള കാരണം എന്താ? അവർക്കത് അറിയുന്നത് കൊണ്ടാ. അതിന്റെ അതിന്റെ ഓരോ അനന്തരഫലം ഇസ്ലാമിന്റെ ആശയം മുഖേന അവർക്കറിയുന്നതാ. ചില ആളുകൾ പറയൂ, ഏതെങ്കിലും ഒരു പണക്കാരന്റെ മകളെ കല്യാണ വീട്ടില് ഏതെങ്കിലും ഒരു പണത്തിന്റെ അധികാരത്തിന്റെ പണത്തിന്റെ പത്രാസിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന വലിയ ആജിയാര വീട്ടില് കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ മൊയ്ലിയാമാരെ കിട്ടൂല എന്ന് പറയുന്നവരുണ്ട്. മനുഷ്യ, നിനക്ക് തെറ്റുപറ്റിപ്പോയി. നീ വിചാരിച്ചതുപോലെ പറയാൻ ഒരു പണ്ഡിതനെയും കിട്ടൂല. നീ വിചാരിച്ചതുപോലെ പറയാൻ ഒരു ആലിമിനെയും കിട്ടൂല. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? കേവലം തലകെട്ട് കെട്ടി നടന്നവരല്ല. അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാം, അവർക്ക് ഇൽമുണ്ട്. എന്തിനെതിരെ ശബ്ദിക്കണമെന്ന് അവർക്കറിയാം. അവരൊരു കാര്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവർ മൊത്തത്തിലങ്ങ് പറയും. പാവപ്പെട്ടവന്റെ വീടെന്നോ പണക്കാരന്റെ വീടെന്നോ അവർക്ക് അവിടെ ആവശ്യമില്ല. അവരൊരു കാര്യം പറയുമ്പോ മൊത്തത്തിലങ്ങ് പറയൂ. അത് പറയുന്നത് സമൂഹം കേൾക്കണം. ആലിമീങ്ങളാണ് ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ. ആലിമീങ്ങളാണ് ഏറ്റവും തലപ്പത്തിരിക്കുന്നത്. ഒരു മഹലിന്റെ ചീഫ് ആരാണ്? മഹല്. അപ്പൊ ഇവിടുത്തെ ഈ പള്ളി ഉണ്ടെങ്കിൽ ഇപ്പള്ളിന്റെ ചീഫ് സിറാജുദ്ദീൻ ഫൈസി ഉസ്താദാണ് എന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഉസ്താദിന് വിഷമാവും. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. ഏത് മഹലിലെയും ചീഫ് അതാത് മഹലിലെ ഉസ്താദുമാരാണ്. പക്ഷെ ആ ഉസ്താദുമാര് നടപ്പിലാക്കണമെങ്കിൽ കണ്ട ഉമറാക്കൾ അവരെ കൂടെ കൂടണം. അപ്പൊ മഹല്ല് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റികളുണ്ട്, സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികളുണ്ട്. അവരൊക്കെ കൂടണം. അവരൊക്കെ കൂടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അറിയാൻ സാധിച്ചു, ഇവിടെ ഒരു തീരുമാനം എടുത്തു എന്നല്ലേ, കല്യാണത്തിന്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല. ബിൽക്കുൽ യഹാ ഓ നഹി ചൽത്തേ ഹേ, അതൊന്നും ഇവിടെ നടക്കൂല, നടക്കാൻ പോണില്ല. നല്ല സന്തോഷം തോന്നിപ്പോയി. ഏതായാലും മോൻ ആ വേഷം ഇട്ടത് നന്നായി എനിക്ക് തോന്നി. കാരണം അതോടുകൂടെ മിക്ക സ്ഥലത്തും ഒരു തീരുമാനം എടുക്കാൻ കഴിയും. ഇല്ലെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. അനാചാരത്തിനെതിരെ 2 മണിക്കൂറിന്റെ പ്രഭാഷണം ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പ്രഭാഷണം നടത്തുന്ന നൗഫലിന് 100% അറിയാം. അത് മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ എന്ത് വേണം?
ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതാ നിങ്ങൾക്കറിയോ, ഇതാ ലൊഹറത്തിൽ ബിദ്അ, ഒരു നാട്ടിൽ അനാചാരം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഉടലെടുത്താൽ, അനാചാരങ്ങൾ ഉടലെടുത്താൽ, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, വിവരമുള്ളവർ, ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ മൗനം വീക്ഷിച്ചാൽ, അവരെടുക്കേണ്ടുന്ന തീരുമാനം എടുക്കാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, മാലോകരുടെ ശാപമുണ്ട്. ആ ശാപം പിടിച്ചു പറ്റുന്നവരാകാൻ പാടില്ല നമ്മള്. അതുകൊണ്ട് പറ്റുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഫൽയുഗയ്യിർഹു ബിയദിഹി, പോയിട്ട് കൈ കൊണ്ട് തടുക്കാൻ പറ്റോ? തടുക്കണോ? ചെറുപ്പക്കാരാ, കൈ കൊണ്ട് തടുക്കാൻ പറ്റോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കത്തി തൊണ്ണ എടുക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയിപ്പോ കല്യാണ വീട്ടിലെല്ലാം കത്തി തൊണ്ണ എടുത്തിട്ട് ഡൊമ്പറാട്ടൊന്നും ആക്കാൻ പോകണ്ട. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൈ കൊണ്ട് തടുക്കാന്ന് പറഞ്ഞാൽ വേണ്ടല, അത് ഞങ്ങൾക്ക് ഒത്തതല്ലല, വേണ്ടല. കല്യാണത്തിന്റെ പേരിൽ അനാചാരം നടത്തുമ്പോ പറയാ അവിടെ പോയിട്ട്, അത് ആരാ പറയേണ്ടത്? ചെറുപ്പക്കാരെക്കാളും നാട്ടിൽ അന്തസ്സായി നടക്കണ പ്രായമുള്ളവരുണ്ടാവും. ഇതിപ്പോ ഇന്ന് നോക്കുമ്പോണ്ട് ബേസറങ്ങ സ്റ്റേജ് പറ്റിട്ട് പുതിയ പെണ്ണോട്ടേക്ക് ഡാൻസ് ആക്കണേ, എന്തിനു പറ്റും? നാട്ടില് ഏറ്റവും ബോധമുള്ള ഒരു മനുഷ്യന് 40 വയസ്സ് വരെ ബുദ്ധി പൂർണ്ണാവൂലെന്നാ. 40 വയസ്സ് വരെ കുട്ടിക്കളി എന്നതുണ്ടാവും, 39 വരെ ഉണ്ടാവും. അതുകൊണ്ട് നുബുവത്ത് കിട്ടുന്നത് എപ്പോഴാ? നുബുവത്ത് കിട്ടുന്നത് 40 വയസ്സിലാ. കാരണം അത് അമ്പിയാക്കൾക്ക് കുറവുണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അമ്പിയാക്കൾ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പരിപൂർണന്മാരാണ്, അതിലൊരു സംശയമില്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞു തന്നത് 40 എത്തിയാൽ ഓനൊരു തികഞ്ഞ മനുഷ്യനാ. ഇത് 60-65 വയസ്സുള്ളവരും സ്റ്റേജിൽ അവിടെ ഡിസ്കോ പാട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഡിസ്കോ പാട്ടിനൊത്തിട്ട് ഇയാള് പുതിയ പെണ്ണിന്റെ കൂടെ സ്റ്റേജിൽ എത്തിയിട്ട് അപ്പറ ദാദ ഉണ്ട്, ഇപ്പറ കാക്ക ഉണ്ട്. ഓ ദാദം കാക്കും തുള്ളൂടെ തുള്ളാട്ടിക്കമേ പാടില്ല. അതിന് പ്രായമുള്ള ഉപ്പ പറയണം, ഇവരോട് പറയണം. അത് താളത്തിന് വരുന്നവനാണെങ്കിലും തുള്ളാൻ വരുന്നവനാണെങ്കിലും അവനോട് ആദ്യം തന്നെ പറയണം, മോനെ വേണ്ടല്ല, ഇതല്ല ഞങ്ങൾക്ക് ഒത്തതല്ല, വേണ്ട വേണ്ട. പ്രായമുള്ള ഒരു 4-5 പേര് പോയിട്ട് അവിടെ ഒന്ന് പറയാൻ നോക്ക്. എന്തേ ബാപ്പ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഇത്രയും വ്യാപിക്കാൻ കാരണം ഉണ്ടായെന്നറിയോ? നിങ്ങ ഇങ്ങ പറയുമ്പോ ദൂരെ പോയാറ്, താളത്ത് വന്നാറില്ല, ഇങ്ങനെ ചെറുപ്പം അടിയിൽ ഞങ്ങൾ പൂണ്ട വേണ്ടെന്ന് പറഞ്ഞു ഇവരങ്ങ് മാറി നിന്ന്. ഇവർ മാറി നിന്നപ്പോ ഈ ചെക്കന്മാർക്ക് ഭയങ്കര സന്തോഷായപ്പോ ഇവരങ്ങ് തുള്ളി കളിച്ച്. മാറി നിൽക്കാൻ പാടില്ല. നിങ്ങളവിടെ എന്തല്ല എന്തില്ല അല്ല, ഞങ്ങൾ താളത്ത് വന്നവിടെ, താളത്ത് വന്നെങ്കിൽ ആക്കി വെക്കണം. അപ്പം ഉണ്ടല്ലോ, എന്താ അപ്പ, പൊട്ടപ്പ എന്ന് പറഞ്ഞിട്ട് അപ്പയില്ല. ആ പൊട്ടപ്പെല്ലാം ആക്കിയത് വേൺമയതെല്ലാം ആക്കിയത് ചന്തത്തിൽ ബാക്കി പുതിയ അവിടെ ഞങ്ങൾ നോക്കിയുള്ള നിങ്ങൾ പോകും, ഞങ്ങൾ ഏരിയ മാറില്ല. അവരങ്ങ് പോവാന്നല്ലാതെ നമ്മൾ മാറി നിന്നത് കൊണ്ടാണ് ഇതൊക്കെ തോന്നിവാസങ്ങൾ വ്യാപിക്കാൻ കാരണം. പാടില്ല.